കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ എടുത്തിയത്? ഞാൻ പറഞ്ഞാൽ എന്തേലും തെറ്റുണ്ടോ? ഏട്ടത്തിക്ക് അറിയാവുന്നല്ലേ. എന്റെ മനസ്സിൽ ഞാൻ ഒന്നും വെക്കാറില്ല. മനസ്സിൽ വരുന്നത് എന്തോ അത് അപ്പൊ തന്നെ അങ്ങ് പറയും. എന്നാലും ഞാൻ എനിക്ക് വേണ്ടിയാണോ പറയുന്നേ? ഏടത്തിക്ക് വേണ്ടി, ഏട്ടന് വേണ്ടി, അഭിക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ? അത് ഏട്ടൻ മനസ്സിലാക്കുന്നേ ഇല്ല. എന്നെ ഏട്ടത്തിയെ വഴക്ക് പറഞ്ഞിട്ട് പോവാ. ഏട്ടത്തിയെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയാ, ആ വസു ഉണ്ണിയും ഈ വീട്ടിൽ വന്നേ പിന്നെയാ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഈ കാര്യം ഏട്ടത്തിക്ക് അറിയാവുന്നതാ. എന്നാൽ ഏട്ടത്തി വസുവിനെ സപ്പോർട്ട് ചെയ്തോണ്ടേയിരിക്കും. അത് ഏട്ടത്തിയുടെ നല്ല സ്വഭാവാ. പക്ഷേ വസു ഏട്ടത്തിയുടെ സ്വഭാവത്തെ മുതലെടുത്തോണ്ടിരിക്കുക. അഭിക്ക് എന്ത് സംഭവിച്ചാലും അവക്കെന്താ? ഒരു തവണ ഭർത്താവിനെ നഷ്ടപ്പെടുത്തിയവൾക്ക് രണ്ടാമത്തെ ഭർത്താവിനോട് എങ്ങനെ സ്നേഹം വരാനാ? എന്തായാലും രണ്ടാമത് വന്നവൻ രണ്ടാമത് തന്നെ എടുത്തി. അതുകൊണ്ട് എടുത്തി എന്റെ ആദ്യ ഭർത്താവിനോടുള്ള സ്നേഹം കുറയാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടാം കല്യാണം കഴിക്കാത്തത്. അറിയാണ്ടെങ്ങാൻ എന്തേലും സംഭവിച്ച് ഞാനും ആ വസുവിനെ പോലെ രണ്ടാം ഭർത്താവിനോട് അന്യായം കാണിച്ചെങ്കിലും. എന്തൊക്കെയായിരുന്നാലും ഏട്ടത്തി വസുവിന്റെ കാര്യത്തിൽ അല്പ സീരിയസ് ആവണം. സംഭവിക്കുന്ന എല്ലാ ദോഷത്തിനും അവളാ കാരണം. ഏട്ടൻ പറയുന്നതും കേട്ട് ഏട്ടത്തിങ്ങനെ കൈയും കെട്ടിരുന്നാ വിഷമിക്കാൻ പോകുന്നത് ഏട്ടത്തിയായിരിക്കും. പിന്നൊന്നും പറയാൻ പറ്റില്ല. അധികമായിട്ട് സംസാരിച്ചാ ഞാൻ മൂട്ടിക്കൊടുക്കാന്ന് പറയും. ആ മാനക്കേട് എനിക്കെന്തിനാ? ഏട്ടത്തിങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയെങ്കിൽ എന്റെ വിഷസൂചി ഏറ്റവും അർത്ഥം. അവളുടെ പതനകാലം തുടങ്ങി. വസു, നിന്റെ കഥ കഴിഞ്ഞടി. വസു, വസു, നീ ഇതെന്താ ആലോചിക്കുന്നേ? ചേച്ചി, അത് ഇന്നലെ ഇതുപോലെ നീ നിന്നത്. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നേ? അത്രയ്ക്ക് നിനക്ക് എന്താ ചിന്തിക്കാനുള്ളത്? നേരത്തെ നടന്ന സംഭവത്തെ കുറിച്ചാണോ? അല്ല ചേച്ചി, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി. ഞങ്ങൾ ഒന്നായില്ലെങ്കിൽ ആപത്ത് വരുമെന്ന് നാട്ടിൽ വെച്ച് മുത്തശ്ശി പറഞ്ഞായിരുന്നല്ലോ. നാട്ടിൽ നിന്ന് വന്നു കയറിയപ്പോ തന്നെ അത് അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത് വസു. മുതിർന്നവർ അങ്ങനെ ഒന്നും വെറുതെ പറയില്ല. അവര് പറയുന്ന ഓരോ കാര്യത്തിലും ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അതെ ചേച്ചി, എനിക്ക് നല്ല പേടിയുണ്ട്. അദ്ദേഹം കണ്ണു തുറക്കുന്നത് വരെയും എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇതുപോലൊരവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല വസു. എല്ലാ തവണയും ദേവി ഇങ്ങനെ രക്ഷപ്പെടുത്തണമെന്നില്ല. മുത്തശ്ശി പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. നിനക്കും അഭിക്കും മുതിർന്നവർക്ക് മുന്നില് അഗ്നിസാക്ഷിയായിട്ട് കല്യാണം കഴിഞ്ഞതാ. കുട്ടികൾക്ക് വേണ്ടി മാത്രമാ നിങ്ങൾ കല്യാണം കഴിച്ചതെങ്കിൽ കൂടി നിങ്ങൾ ഒരുമിക്കുന്നത് പ്രകൃതി നിയമമാ, കുടുംബധർമ്മമാ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ലെങ്കിൽ തെറ്റെന്ന് പറയുന്നത്. നിങ്ങൾ ഒരുമിക്കുകയാണെങ്കിൽ അതാ ശരി. ഇപ്പൊ തന്നെ അഭി 2 അപകടങ്ങൾ തരണം ചെയ്തതാ. ദൈവത്തിന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടതാ. ഇങ്ങനെ ആപത്തുകൾ സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ തവണയും നീ ഉണ്ണിയായിരിക്കും വഴക്ക് കേൾക്കേണ്ടി വരുന്നത്.
അതുകൊണ്ടാ ഞാൻ അന്നും പറഞ്ഞത് ഇന്നും പറയുന്നത്, നീയും അഭിയും ഒന്ന് ചേരണം വസു. ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിട്ട് ഒന്ന് ചേരണം. നിന്നെ നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാനീ പറയുന്നത്. ഇനി വൈകിക്കണ്ട, ഇന്ന് ശരിക്കും നല്ല ദിവസാ. പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരുമിക്കണം വസു. എല്ലാ പ്രശ്നങ്ങളും ഇന്നുകൊണ്ട് തന്നെ അവസാനിക്കും. ഇന്ന് തന്നെയോ? ഒരു നല്ല കാര്യത്തിന് മുഹൂർത്തം ഒന്നും ആവശ്യമില്ല വസു. ഒന്ന് ചേർന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടെന്ന് നിന്റെ മനസ്സിൽ പോലും ഇപ്പൊ തോന്നി തുടങ്ങില്ലേ വസു? എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇങ്ങനെ പേടിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റാ ചെയ്യുവാണെങ്കിൽ അതല്ലേ നല്ലത്. ഒരുപാടൊന്നും ആലോചിക്കേണ്ട വസു. ഷോക്ക് അടിച്ചത് അഭിക്കായതുകൊണ്ട് ഇത്രയിൽ ഒതുങ്ങി. മുതിർന്നവനായതുകൊണ്ട് അവന് താങ്ങാൻ കഴിഞ്ഞു. അത് കുട്ടികൾക്കായിരുന്നെങ്കിലോ? ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് വസു. എനിക്ക് ഷോക്ക് അടിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അത് കുട്ടികൾക്കാണ് സംഭവിച്ചെങ്കിൽ അത് വലിയ പ്രശ്നമായേനെ. കുട്ടികളെ കുറിച്ചൊന്ന് ഓർക്ക് വസു. ആർക്ക് എന്ത് സംഭവിച്ചാലും എല്ലാരും വിഷമിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റ് ചെയ്യരുത് വസു. വേഗം അഭിയെ വിളിക്ക് വസു. ആലോചിച്ച് നിൽക്കാതെ. ഇപ്പോഴേ കുടുംബത്തോട് നമ്മളൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. നീ അഭിയെ ഒന്ന് ചേർന്ന നിങ്ങളുടെ അടുപ്പ് ഇനിയും കൂടും. നീ മറച്ച വിഷയം പുറത്തറിഞ്ഞാലും അഭി നിനക്ക് കൂട്ടായിട്ടുണ്ടാവും. എല്ലാം നന്നായിട്ട് നടക്കൂ വസു. നീ മനസ്സിൽ ധൈര്യം സംഭരിച്ച് നീ അഭിയെ വിളിക്ക്. വാതിൽപ്പടിയിൽ കെട്ടിയിരുന്ന കുമ്പളം താഴെ വീണ് ഉടഞ്ഞല്ലോ. അപശകനാണല്ലോ. ആരതി അണഞ്ഞു പോയല്ലോ. ഇത് തീർച്ചയായിട്ടും അപശകുനം തന്നെയാ. നിങ്ങൾ രണ്ടുപേരും എത്രയും വേഗം ഒന്നാവണം. അല്ലെങ്കിൽ ആപത്തും ദുഃഖങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. എത്ര തവണ നിങ്ങൾ കാരണം അഭിമരണത്തോട് ഇങ്ങനെ പോരാടണം? അവൻ മരിക്കുന്നത് വരെ നീ വെറുതെ വിടില്ലേ? ഈ ആപത്തുകളൊക്കെ എങ്ങനെയാ ഉണ്ടാവുന്നെന്ന് നിനക്കറിയില്ലേ? നിനക്ക് നിന്റെ കാര്യങ്ങളാണ് വലുത്. ഞങ്ങൾ എങ്ങനെയായാലും അത് നിനക്ക് പ്രശ്നമല്ല. വിളിക്ക് വസു. ചെയ് വസു. ഹലോ. അതേട്ടാ, ഞാനാ.
മനസ്സിലായി. തന്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏട്ടൻ തിരക്കിലാണോ? സാരമില്ല, പറഞ്ഞോളൂ. അത് അത് വൈകിട്ട് എത്ര മണിക്ക് എത്തുന്നേ? എന്തുപറ്റി? വെറുതെ ചോദിച്ചതാ. എന്തേലും വാങ്ങിക്കൊണ്ട് വരണോ? ഒന്നും വേണ്ട. ഏട്ടൻ ഏട്ടൻ വേഗം വീട്ടിലെത്തിയാ മതി. ഷുവർ, പെട്ടെന്ന് തന്നെ എത്താം. അങ്ങനെ പറഞ്ഞ പോരാ, വേഗം തന്നെ എത്തണം. ശരി, വരാം. കൺഗ്രാറ്റ്സ് വസു. അബിയെ ഫോൺ ചെയ്തിട്ട് ആദ്യ ചൂട് വെച്ചതിന്. രാത്രി പാൽ ഗ്ലാസോട് കൂടി നിന്റെ റൂമിലേക്ക് നീ കാലെടുത്ത് വെക്കുന്നവരെ ഇതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. എല്ലാം നന്നായിട്ട് തന്നെ നടക്കാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. ചെല്ല്. വിവാഹത്തോടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ ജീവിതം പൂർണ്ണമാകാതെ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് രാത്രിയോടെ ഏട്ടനോടൊപ്പം ഉള്ള എന്റെ ജീവിതം തുടങ്ങാൻ പോവാ. എന്റെ മനസ്സിന് അതിനെ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങയുടേതാണ്. എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. നീ വരുമ്പോൾ, നാഥാ നീ വരുമ്പോൾ ഈ യാമം തരളിതമായി പ്രാണനിലേതോ ശൃംഗാരഭാവം ശ്രീരാഗ സിന്ദൂരമായി. നാഥാ നീ വരുമ്പോൾ വേഗം വീട്ടിലേക്ക് എത്താൻ ഞാൻ ഏട്ടനോട് പറഞ്ഞതാ. ഏട്ടൻ ഇതുവരെ എത്തിയില്ലല്ലോ. ഏട്ടൻ വന്നോ? ഏട്ടൻ
ഏട്ടന് വേണ്ടി കാത്തിരുന്നിട്ട് ഏട്ടൻ വന്നതായിട്ട് സ്വപ്നം കാണുകയാണോ? നിനക്കെന്തിനാ ഇത്രയും തിടുക്കം? പരിഭവം ഞാൻ മറന്നു നാഥാ നീ വരുമ്പോൾ ഏട്ടൻ വന്നോ? നാമം തരളിതമായി പിന്നെ സ്വപ്നമായിരുന്നല്ലേ? കണ്ണടയ്ക്കാതെ തന്നെ ഇപ്പഴാ നീ സ്വപ്നം കാണാൻ പഠിച്ച? ആഹാ, നന്നായിട്ടുണ്ടല്ലോ. താങ്ക്സ്. നീ ഇപ്പൊ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. താങ്ക്സ്. ഇത്രയും നേരം ഏട്ടന്റെ മുഖമായിരുന്നു സ്വപ്നം കണ്ടോണ്ടിരുന്നേ. ഇപ്പോ ശബ്ദം കൂടി കേൾക്കുകയാണോ? തോന്നല, എല്ലാം തോന്നല. അല്ല, എന്താ ഇതൊക്കെ? എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞേ? അത് പിന്നെ അത് പറഞ്ഞോ. ആദ്യേട്ടൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. എന്തിന്? അത് ഞാൻ പറയാം. ഫ്രഷ് ആയിട്ട് വാ. ആദ്യം കാര്യം എന്താന്ന് പറയും. അത് വലിയൊരു കാര്യ. ഇല്ല, നല്ലൊരു കാര്യ. ആദ്യേട്ടൻ ഫ്രഷ് ആയിട്ട് വാ. ഹരിചന്ദന മലരിലെ മധുവായി